ഹായ്, ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 63-ാം എപ്പിസോഡിലേക്ക്, അതായത് വീക്കെൻഡ് എപ്പിസോഡിലേക്ക് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ. ഇന്ന് ശരണ്യ എവിക്റ്റായിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശരണ്യ. ബട്ട് ജസ്റ്റ് ഒരു പോയിൻ്റ് വ്യത്യാസത്തിൽ ശ്രീരേഖയ്ക്ക് മുന്നിൽ ശരണ്യ ഔട്ടായിരിക്കുകയാണ്. നാളെ ശ്രീരേഖ ഔട്ടാവുമെന്ന പൂർണ്ണമായ ഒരു തീരുമാനം നാളെ അറിയാം. നാളെ ഒരു വ്യക്തിയും കൂടി പോകും. നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ശ്രീരേഖ എന്ന വ്യക്തി തന്നെ ആയിരിക്കാം നാളെ ബിഗ് ബോസ് സീസൺ 6 ഔട്ടാകാൻ പോകുന്ന വ്യക്തി. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാലേട്ടൻ വരുന്നു. പല കാര്യങ്ങളിൽ സാബുമാനെയും ശ്വേതാമേനയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കണ്ടസ്റ്റിനെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ആക്ഷേപകരമായ ഒരുപാട് കാര്യങ്ങൾ പവർ റൂമിൻ്റെ ഭാഗത്തു നടന്ന കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും പല ഡിസിഷൻ തെറ്റുകളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടു. ബട്ട് മൊത്തത്തിൽ ആക്ഷേപം വേണ്ടായിരുന്നു. ഇത്തിരി സ്പേസ് കൊടുത്ത് മൊത്തം അവരുടെ കുറ്റത്തിൽ ചുമത്തിയുള്ളൊരു നമുക്കൊരു പ്രേക്ഷകർക്കൊരു 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ ആ മാനേജ്മെൻറ്റ് എത്ര കൈകാര്യം ചെയ്യുന്നെന്നും ആ മാനേജ്മെൻറ്റ് തൊഴിലാളികളെ എങ്ങനെ സ്വീകരിക്കുന്നെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ HR എന്ന ഋഷി പല തെറ്റുകളും പല അബദ്ധങ്ങളും വാക്കുകളിൽ നിന്നും വരുന്ന സ്ഫുടതയുടെ ആ വാക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിൽ അപ്സരയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് വളരെ തെറ്റ് തന്നെയാണ്. അത് ബഹുമാനപരമായ ഒരു കാര്യമാണ്. നമ്മളെ വായകളിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ നിന്ന് വരുന്ന തെറ്റ്. അത് HR എന്ന ഒരു ശൈലിയിൽ ഒരാളെ ഡിപ്പെൻഡായി സംസാരിക്കുക എന്നൊക്കെ ഋഷിക്കുള്ളത് തന്നെയാണ്. അത് കൂടുതൽ ഡിപ്പെൻഡായിരിക്കുന്നത് അൻസിബ എന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ മുന്നിൽ തന്നെയാണ്. അൻസിബ പറയുന്ന കാര്യങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഋഷി എന്നതിൽ അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഒരു BB ഹോട്ടലിൻ്റെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ HR എന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യം നിങ്ങൾ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആ മെസ്സേജിൽ തെറ്റുകളില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. പക്ഷേ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അധികാരഭാവങ്ങൾ അവിടെ ഒഴിവാക്കിയെങ്കിൽ നമുക്ക് ഒരു ഫൺ ടൈപ്പിലും എടുത്തുകൊണ്ട് ഈ ഒരു BB ഹോട്ടൽ നന്നായി നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു രസകരമാകുമായിരുന്നു. ബട്ട് ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ കീപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റാൻഡേർഡ് കൂടിയതുപോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷേ കുറവുകൾ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ഇതുപോലുള്ള ടാസ്കുകൾ മത്സരാർത്ഥികൾ ചെയ്യരുത് എന്നത് മാത്രമാണ്. ജാസ്മിനോട് കാണിച്ച റസ്മിൻ ചെയ്ത വാണിംഗ് മാത്രം പോരല്ല. ആ വാണിങ്ങിൽ ആ സമയം തന്നെ അയാളെ ഔട്ടാക്കുകയാണ് വേണ്ടത്. അല്ലാതെ വാണിങ്ങിലും മഞ്ഞക്കാടിലൊന്നും വലിയ ചേഞ്ചിങ് ഒന്നും നടപടിയാകുന്ന കാര്യമല്ല. റസ്മിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ വ്യക്തിയുടെ മുഖം കണ്ടാൽ അറിയാം. ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറ്റക്കാരനാണെന്നുള്ള ബോധ്യം ആ മുഖത്തുള്ളപ്പോൾ പിന്നെ നെക്സ്റ്റ് ഗെയിമിന് എന്താ പ്രശസ്തി? അപ്പോൾ തന്നെ പിടിച്ച് പുറത്താക്കുന്നതിൽ ഒരു വാണിംഗ് കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലതാണ് അയാളെ എവിക്റ്റാക്കുക എന്നാണ്. മറ്റുള്ളവർക്ക് അവസരമുണ്ടെങ്കിൽ ആ അവസരം നിഷേധിക്കരുതായിരുന്നു.
കുറ്റം ചെയ്തില്ലെങ്കിൽ കുറ്റവാളിയെ നമ്മളെന്നും ഗെയിമിന് വേണ്ടി നിലകൊള്ളേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജാസ്മിനും ഒരുപാട് വാക്കുകൾ കൊണ്ട് തെറ്റുകൾ പറയുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ റസ്മിൻ കുറേ നാളുകളായി ഒരുപാട് വാണിംഗ് കിട്ടിയ ഒരു വ്യക്തിയാണ് റസ്മിൻ. അപ്പോൾ റസ്മിന് ഇനിയും വാണിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ വീക്കെൻഡിൽ തന്നെ റസ്മിനെ സ്പോട്ടിൽ തന്നെ ഔട്ടാക്കാനുള്ള പല കാര്യങ്ങളും പല തെളിവുകളും പ്രേക്ഷകരിലുണ്ട്. അതായത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റ് അവിടെ ബിഗ് ബോസ് മായ്ക്കപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്തു എന്നത് ഇത് പ്രേക്ഷകർ ഒട്ടും ഡൈജസ്റ്റ് ആക്കുന്നില്ല. കാരണം ആരെയോ ബിഗ് ബോസിന് വിന്നറാക്കണം എന്നൊരു ഡിസിഷൻ അവിടെ കൊണ്ടുവരുന്നു എന്ന രീതിയിലാണ് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജയിൽ നോമിനേഷൻ ടാസ്കിലും റസ്മിൻ ഭായിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരബദ്ധമല്ല, 2-3 അബദ്ധങ്ങൾ റസ്മിൻ ഭായ് ചെയ്തിട്ടുണ്ട്. റഷ്യയെ ഒരിക്കലും ജയിലിൽ പറഞ്ഞു വിടാൻ യാതൊരു കാരണവുമില്ല. ഒരാൾ HR എന്ന ഒരു ജോലി ചെയ്ത വ്യക്തിയെ അതിൽ തൊഴിലാളികളും അബദ്ധം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 2 പേരെയും നമ്മൾ കുറ്റക്കാരാക്കരുത്. അപ്പോൾ സമം എന്ന നിലയിൽ മാത്രമേ കുറ്റം ചാർത്താവൂ. അതിന് ജയിലിൽ പോകേണ്ട കുറ്റമൊന്നും HR എന്ന് പറഞ്ഞ വ്യക്തി ചെയ്തിട്ടില്ല. ക്യാപ്റ്റൻസിയിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ജയിലിൽ പോയാലും പ്രശ്നമില്ല. പക്ഷേ ഒരു ഡിപ്പെൻഡൻ്റായി ജീവിക്കുന്ന ഋഷിക്ക് പലരും പവർ ടീം പറഞ്ഞ ഡിസിഷനിലൂടെയാണ് കൂടുതൽ റസ്മിൻ ഭായിയാണ് ഇതിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്തത്. നോറ കുറച്ച് പോസിറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല. ആ പോസിറ്റീവ് ജനങ്ങളിലെത്തിയില്ല എന്നത് നൂറ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബിഗ് ബോസ് എന്ന ഈ ഒരു എപ്പിസോഡ് കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം പെട്ടെന്നെടുത്തൊരു ഡിസിഷൻ മാതിരിയാണ്. ജിറ്റോനെക്കുറിച്ചോ ജിറ്റോ പറഞ്ഞ ജിറ്റു ചെയ്ത തൊഴിലിനെക്കുറിച്ചോ ജിറ്റു ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ചോ അങ്ങനത്തെ ഒരു വാക്കുകൾ പോലും ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത് കേട്ടിട്ടില്ല. എന്തുകൊണ്ട്? ജിറ്റോ എന്ന വ്യക്തിയെ എപ്പോഴും ആവശ്യമില്ലാത്തൊരു വസ്തു എന്ന ടാഗ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഇൻ്റർഫെയർ അവിടെ വരുന്നുണ്ട്. ജിറ്റോ എന്ന മത്സരാർത്ഥി അവിടെ കാണാതെ പോകുന്ന ഒരു കോണ്ടൻ്റാണ് പ്രേക്ഷകർ എത്തിക്കുന്നത്. ബിഗ് ബോസിലെ ഏറ്റവും വലിയ വിന്നറാവാൻ ഏറ്റവും ചാൻസുള്ള ജിറ്റോയെ അവിടെ മായ്ച്ചു കളയുന്നു എന്ന ഒരു ജിറ്റോനെ വിന്നറാക്കാൻ ബിഗ് ബോസിന് ആവശ്യമില്ലായ്മ എന്ന വാക്കിലേക്കും ടാഗ് പോവുകയാണ്. അപ്പോൾ ആരെയും ഒഴിവാക്കാനുള്ളൊരു രീതിയാണ് ബിഗ് ബോസ് കാണിക്കുന്നതെന്നും ജനങ്ങൾക്കൊരു തോന്നലാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനൊക്കെ ബിഗ് ബോസ് ഒന്ന് മാറ്റിയാൽ നമുക്കൊക്കെ ഒന്ന് റിയലിസ്റ്റിക്കായി സംസാരിക്കാനുള്ള ഒരു കാര്യവും. ഇന്ന് സാബുമോനും ശ്വേതാമേനും ഒക്കെ ഇന്നലെ വന്ന ഫുൾ നെഗറ്റീവാണിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. കാരണം ഇന്നലെ നടന്ന കുറേ കാര്യങ്ങൾക്ക് അവർക്കറിയാമെങ്കിലും കുറേ പോസിറ്റീവ് നെഗറ്റീവ് അതിൽ ഷെയ്ഡുകളുണ്ട്. സാബുമോൻ മൊത്തം പവർ റൂമിനെ എതിർത്തുകൊണ്ടൊരു സംസാരവും മറ്റുള്ളവരെ സപ്പോർട്ടും തൊഴിലാളികളെ സപ്പോർട്ടും ചെയ്തൊരു വാക്കുകളൊക്കെയാണ് സംസാരിക്കുന്നത്. റസ്മിൻ ഭായിനെ ആക്ഷേപിച്ചത് പോട്ടെ, മറ്റുള്ള നോറ അങ്ങനെയുള്ളവരെ നോക്കി ഒരു കൺഫേൺ സോണിൽ നിർത്താതെ മൊത്തം ആക്ഷേപിക്കുന്ന ഒരു രീതിയിലുള്ള പ്രസൻസ് ആയിരുന്നു സാബുമോൻ ഈ എപ്പിസോഡിൽ വീക്കെൻഡിൽ പറഞ്ഞ കാര്യം. ശ്വേതാമേനോനും കുറച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശ്വേതാമേൻ പറയുന്നത് വലിയ തെറ്റുകളൊന്നുമില്ല. ശ്വേതാമേൻ വന്നപാടുണ്ടായിരുന്ന അടിപിടിയൊക്കെ അത് വളരെ മോശമായിരുന്നു. അത് വളരെ ആ സമയമാണ് ഈ ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭംഗിയായി കലാശിച്ച കരുതുന്ന
വലിയൊരു തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ആ എപ്പിസോഡിൻ്റെ മൈൻഡ് അങ്ങ് മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ തോന്നിപ്പോകും. കാരണം ഇത്തരത്തിലുള്ളൊരു അവരെ കൊണ്ടുവന്ന് അവരോട് അഭിപ്രായം ചോദിച്ചിട്ടൊന്നും ഇവരെ ശിക്ഷ വിധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് വാണിംഗ് കൊടുക്കേണ്ടതല്ല, സ്പോട്ട് എവിക്ഷൻ നടക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ ശരണ്യെ ഔട്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പോൾ ശരണ്യ പുറത്ത് പോകുന്നെന്ന് നിങ്ങൾ ഗസ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ട്. ശരണ്യ തന്നെ ഔട്ട്. അപ്പോൾ ആരൗട്ടാവുമെന്ന് നിങ്ങൾ മുന്നേ പറഞ്ഞു തരുന്നു. അപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരെ ഔട്ടാക്കണമെന്ന ഒരു ബിഗ് ബോസിൻ്റെ നിശ്ചയമാണ് എന്ന് തോന്നുന്നു. പലരെയും അവിടെ പറയാതെയും പറഞ്ഞും ഒരു പോക്കങ്ങ് പോയി. ഋഷിയെ വളരെ നന്നായി ലാലേട്ടൻ ശകാരിച്ചു. ഹൻസിബയും ഒട്ടും മാറ്റി നിർത്തിയില്ല. നന്നായി ഡിപ്പെൻഡ് ചെയ്ത് നടക്കുകയാണെന്ന് പറഞ്ഞ് വളരെ പ്രവോക്കേഷനായി സംസാരിക്കുക ചെയ്തു. ഹൻസിബയോടുള്ള ആ ഒരു ഫേവറിങ് അവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ പോസിബിളായ കാര്യങ്ങളിൽ നിന്നും നെഗറ്റീവും പോസിറ്റീവുമായ ഒരു ഷെയ്ഡാണ് ഈ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം പല കാര്യത്തിലും നമുക്കൊരു നിർവൃതി ഉണ്ടായിരുന്നില്ല. പക്ഷേ പല ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങളും അവിടെയുണ്ട്. ജിജോ പറയുന്ന കാര്യങ്ങളിൽ ചില വാക്കുകൾ വളരെ പെർഫെക്റ്റ് തന്നെയായിരുന്നു. പിന്നെ ജിറ്റോനൊന്നും അവിടെ സംസാരിക്കാനൊരു അവസരമില്ല. പിന്നെ ജിറ്റോ അവിടെ ഒരു കോമഡിയാക്കി അവിടെ ഒരു ഫൺ മൊമെൻ്റ് നടത്തി. അതൊക്കെ വേറൊരു രീതിയിലേക്ക് അങ്ങ് പോയി. കുറച്ച് പേരോട് മാത്രമേ കൂടുതൽ കോണ്ടൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ എപ്പിസോഡ് പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി എന്ന ഒരു രീതിയിലുള്ള എപ്പിസോഡായിരുന്നു. അപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിച്ച പോലെയുള്ള ഒരു രീതി ആയിരുന്നില്ല. പ്രേക്ഷകരുടെ ചോദ്യത്തിലേക്ക് ബിഗ് ബോസ് വന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത്. ഇത് പ്രേക്ഷകർക്ക് മാത്രമുള്ളൊരു ഷോ ആയി തോന്നിയില്ല. ഇത് ബിഗ് ബോസ് മാത്രം തീരുമാനിച്ച് പല ശിക്ഷകളും, ഇതൊക്കെ ഒരിക്കലും വാണിങ്ങിൽ തീർക്കുന്ന ഒരു കാര്യമല്ല. ഇതൊക്കെ ഫൈറ്റാണ്. അതും ഡേഞ്ചർ സിറ്റുവേഷൻ അനുസരിച്ച് വേണം മത്സരാർത്ഥിക്ക് ശിക്ഷ വിധിക്കാൻ. അതൊരു വാണിംഗ് മാത്രം കൊടുത്താൽ പോരാ, ഔട്ടാക്കുക തന്നെ വേണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ ഔട്ടാക്കി ന്യായം കൊണ്ടുവന്നിട്ടേ മറ്റൊരു എവിക്ഷനെ കുറിച്ച് ബിഗ് ബോസ് സംസാരിക്കാൻ പാടുള്ളൂ. ഡബിൾ എവിക്ഷനായാലും എത്ര എവിക്ഷനായാലും തെറ്റുകൾ ചെയ്തവരെ അകത്തിട്ട് അല്ലാത്തവരെ ചൂണ്ടിക്കാട്ടും. പിന്നെ തൊഴിലാളികൾ പറഞ്ഞ എല്ലാ മോശത്തിനും നല്ലത് പറഞ്ഞുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് വൈൻഡിങ്, അത് വളരെ മോശമായി. എല്ലാവരെയും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു. എന്തിനു വേണ്ടി നിങ്ങൾ ഈ ജോലി ഉപേക്ഷിച്ചു പോയി? ഗസ്റ്റ് പറഞ്ഞൊരു കാര്യം അനുസരിച്ച് തൊഴിലാളികൾ ഇങ്ങനെ പണി ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പല കാര്യങ്ങളിലും ഡിസിഷൻസ് കുറവായിരുന്നു ഈ എപ്പിസോഡിൽ. പല കാര്യങ്ങളിലും ചോദ്യങ്ങൾ മൊത്തത്തിൽ ചോദിക്കാതെ അവിടെ നിഷ്പക്ഷമില്ലാതെ സംസാരിച്ച മട്ടാണ്. അപ്പോൾ പല തെറ്റിദ്ധാരണകൾ പ്രേക്ഷകർക്കും. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 മാറ്റിപ്പിടിക്കലിന് ഒരു താളം തെറ്റൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ താളം തെറ്റൽ നിങ്ങൾ നികത്തിയേ പറ്റൂ. പ്രേക്ഷകർ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരിക്കലും അംഗീകരിച്ചു തരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾ വാചാലനാകണം. നിങ്ങൾ തീരുമാനിച്ച രീതിയാണോ നിങ്ങൾ നടപ്പിലാക്കിയത്? ഒക്കെ ഒരു എമർജൻസി കണ്ടൻ്റാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോണ്ടൻറ്റ് ഒരിക്കലും ജനങ്ങൾ സ്വീകരിക്കില്ല. കാരണം അതൊരു പോയിൻ്റോടെ സംസാരിക്കുന്ന സംസാരങ്ങളായിരുന്നു. ഹൻസിബയൊക്കെ വളരെ പോയിൻ്റ് നിലവാരം കുറയുന്നു. ജിറ്റോനേക്കാളും കുറയുന്ന അവസ്ഥ ഹൻസിബയ്ക്ക് വരുന്നു. അപ്പോൾ
അതിനൊക്കെ വളരെ ക്രൂഷ്യലായി സംസാരിച്ചാലും റഷ്യയെ പാതി അങ്ങ് മുറിച്ചിട്ട പോലെയുള്ള ഒരു വൃക്ഷാഘോഷമാണ്. ഒരാൾ പോലും റഷ്യയെ ക്യാപ്റ്റൻസിയിലായാലും HR-ലും നല്ല വാക്കുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. റഷ്യ ഒരുപാട് പെർഫോമൻസ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പല അബദ്ധങ്ങളും പാളിച്ചകളും ഉണ്ടെങ്കിലും മൊത്തത്തിൽ ആക്ഷേപിക്കാൻ ഒരു കുറ്റമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പല ഡിസിഷൻസ് സ്വന്തമായി എടുക്കാനുള്ളൊരു കഴിവ് ഋഷിക്കില്ല എന്ന ഡിപ്പെൻഡ് മേക്കിങ്ങിലൂടെയാണ് ഋഷി പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഋഷി ഔട്ടായേണ്ട സമയമായി. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. അപ്പോൾ ബിഗ് ബോസിന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല മത്സരാർത്ഥിയുടെ രീതിയിൽ നിന്ന് പറയുമ്പോൾ അതൊരു വലിയ പാളിച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിന് പോലും ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിക്കാൻ കഴിയാത്ത എന്ത് കാര്യമാണിത്? ഒരു ഡിസിഷൻ ബിഗ് ബോസ് എടുത്താൽ അത് പക്കാ ജെന്യുവിനിറ്റി ആയിരിക്കണം. അതിനെയാണ് പ്രേക്ഷകരെന്നും നെഞ്ചോട് ചേർക്കുക. ഇപ്പോൾ ശരണ്യ ഈ വീക്കിൽ ഔട്ടായി. അപ്പോൾ നാളെ ശ്രീരേഖ. അപ്പോൾ നാളെയെങ്കിലും നല്ല സ്ട്രോങ് ആയി ലാലേട്ടൻ പല ചോദ്യവും വീണ്ടും ചോദിച്ച് ഓരോരെയും മത്സരാർത്ഥികൾക്ക് വാണിംഗ് മാത്രം കൊടുത്താൽ പോരാ, നല്ല പൊട്ടൻഷ്യൽസും അവരെ ഉണ്ടാക്കിയെടുക്കുകയും വേണം. വെറുതെ വന്ന് 2 വീക്കിനെ ആ 2 ദിവസത്തെ വാല്യൂ നഷ്ടപ്പെടുത്തരുത് എന്നത് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയാണ്. അത് നിങ്ങൾ മാനിക്കണം. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മൊത്തം അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി കാലതാമസമെടുക്കും. കാരണം ഇത് 24 നേരം 24 ലൈവ് കാണുന്ന പ്രേക്ഷകരാണ് നമ്മളൊക്കെ. അപ്പോൾ അതിൻ്റെതായ ഒരു ഇത്രയും കാണുന്ന പ്രേക്ഷകർക്ക് കാണുന്ന വ്യക്തിക്ക് ചോദ്യം ചോദിക്കാനൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അവരുടെ അഭിപ്രായം മാനിക്കാതെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ബോധേഡല്ലാത്ത എപ്പിസോഡ് എന്തിനു വേണ്ടി? ഇങ്ങനെയുള്ള ഒരു കോണ്ടൻറ്റ് വളരെ റിഗ്രറ്റ് ചെയ്യുന്ന കോണ്ടൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഉത്തരം പറയുക.